6 മാസം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിനെ കാണുവാനില്ല. എത്രയൊക്കെ തിരഞ്ഞിട്ടും കണ്ടെത്താനായില്ല. ഏറ്റവും ഒടുവിൽ ഖുഷ്ബു എന്ന കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ ആ 8 വയസ്സുകാരൻ ബാലൻ്റെ മുന്നിൽ എത്തിച്ചേരുകയാണ്. കുഞ്ഞിനെ നീ കൊന്നോടാ എന്ന് ചോദിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് ആ 8 വയസ്സുകാരൻ പറഞ്ഞത് അതെ, കുഞ്ഞിനെ ഞാൻ കൊന്നു എന്നായിരുന്നു. ഇന്ന് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് സ്വന്തം സഹോദരി ഉൾപ്പെടെ 3 പിഞ്ചു കുഞ്ഞുങ്ങളെ അതിക്രൂരമായി തന്നെ കൊന്നു തള്ളിയ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സീരിയൽ കില്ലറുടെ കഥയിലേക്കാണ്. വെൽക്കം ബാക്ക് ടു AF വേൾഡ്. അഫ്ലു ഹിയർ. ബീഹാറിലെ ഭഗവൻപൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നു. പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞിരിക്കുന്നു. കൊല്ലപ്പെട്ടത് 6 മാസം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞാണ്. കൊലയാളിയെ നാട്ടുകാരും ആ കുട്ടിയുടെ കുടുംബാംഗങ്ങളും ഒക്കെ ചേർന്ന് പിടിച്ചു വെച്ചിട്ടുണ്ട്. പോലീസുകാർ എത്രയും പെട്ടെന്ന് തന്നെ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേരുകയാണ്. എന്നാൽ പ്രതിയെ കണ്ടതോടുകൂടി പോലീസുകാർ അമ്പരക്കുകയാണ്. 8 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യനെയാണ് പ്രതി എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരെല്ലാവരും ചേർന്ന് അവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്. പോലീസുകാർ ആദ്യം തന്നെ കരുതിയത് ഒരിക്കലും ഇവനായിരിക്കില്ല ഈ ഒരു കൊലപാതകം ചെയ്തത്, മറ്റാരൊക്കെയോ ചേർന്ന് ഇത്തരം ഒരു കൊലപാതകം ചെയ്ത് എല്ലാം ഇവൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നതായിരിക്കാം എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. എന്തൊക്കെ തന്നെയായാലും ജനരോക്ഷം മാനിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ 8 വയസ്സുകാരനെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയാണ്. അവനെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയാണ്. പക്ഷേ ആശ്ചര്യമെന്ന് പറയട്ടെ, ഈ സമയങ്ങളിലൊന്നും തന്നെ ഇവൻ്റെ മുഖത്ത് യാതൊരു വിധത്തിലുള്ള ഭയവും ഉണ്ടായിരുന്നില്ല. അവൻ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പോലീസ് സ്റ്റേഷൻ അകത്ത് കയറി പോലീസുകാർ ചോദ്യം ചെയ്യാൻ ഇരുത്തുമ്പോൾ പോലും അവൻ്റെ മുഖത്ത് ആ ചിരി തുടർന്നുകൊണ്ടേയിരുന്നു. നീ എന്താടാ കുഞ്ഞിനെ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അവൻ മറുപടിയായിട്ട് പോലീസുകാരോട് പറയാനുണ്ടായിരുന്നത് എനിക്ക് വിശക്കുന്നു, ഇവിടെ ബിസ്ക്കറ്റ് ഉണ്ടോ കഴിക്കാൻ എന്നായിരുന്നു. പിന്നെ എന്തൊക്കെ ചോദിച്ചിട്ടും പോലീസുകാർക്ക് ഇത്തരം ഒരു മറുപടി തന്നെയാണ് അവനിൽ നിന്ന് ലഭിച്ചുകൊണ്ടേയിരുന്നത്. അതിനാലൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അവൻ ചോദിച്ചതുപോലെ തന്നെ 2 പാക്ക് ബിസ്ക്കറ്റും ഒരു ചായയും അവന് പോലീസുകാർ നൽകുകയാണ്. അവൻ ചോദിച്ചതെല്ലാം കിട്ടിയപ്പോൾ അതെല്ലാം കഴിച്ച് വയറ് നിറഞ്ഞപ്പോൾ അവൻ സംസാരിച്ചു തുടങ്ങുകയാണ്. അതിക്രൂരമായ നിലയിൽ സ്വന്തം സഹോദരി ഉൾപ്പെടെ 3 പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നു തള്ളിയ കഥ. അതും ചിരിച്ചുകൊണ്ട് വലിയ സന്തോഷത്തോടു കൂടിയാണ് ആ പോലീസുകാരോട് താൻ ചെയ്ത കൊലപാതകങ്ങളെപ്പറ്റി ആ 8 വയസ്സുകാരൻ പറഞ്ഞുകൊണ്ടേയിരുന്നത്. 1998 ആ ബാലൻ ജനിക്കുന്നത്. അവൻ്റെ പേര് നമ്മളിന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഇൻ്റർനെറ്റിൽ വ്യത്യസ്ത പേരുകളാണ് അവനുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നത്. അമർദീപ് എന്നും അമർജിത് സാദ എന്നും അങ്ങനെ തുടങ്ങിയ വ്യത്യസ്തമായ പേരുകൾ. അവൻ്റെ പ്രൈവസി മാനിച്ചുകൊണ്ട് ഇത്തരം കൊലപാതകങ്ങളൊക്കെ ചെയ്ത അവസരത്തിൽ അവന് പ്രായപൂർത്തി ആയിരുന്നില്ല എന്ന കാര്യം കൊണ്ട് തന്നെ ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങളൊക്കെ അവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയും മൂടി വെക്കുകയായിരുന്നു. എന്തൊക്കെ തന്നെയായാലും അമർജിത് സാദ എന്ന ഇന്ന് ഇൻ്റർനെറ്റിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ആ പേരിൽ തന്നെ നമുക്ക് അവനെ വിശേഷിപ്പിക്കാം. വലിയ തോതിൽ തന്നെ കഷ്ടതകളും ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ കൊണ്ട് നിറഞ്ഞൊരു കുടുംബത്തിലേക്കാണ് അമർജിത് ജനിച്ചു വീഴുന്നത്. ചെറിയ പ്രായത്തിലൊക്കെ തന്നെ കളിക്കാനായിട്ട് ആവശ്യത്തിനുള്ള കളിപ്പാട്ടങ്ങളൊന്നും തന്നെ അവനുണ്ടായിരുന്നില്ല. ആ കൂടെ ഉണ്ടായിരുന്നത് ഒരു പൊട്ടിയ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കാറാണ്. അതുപോലെ തന്നെ തുണി കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ചില കളിപ്പാവകളും ഏതാനും മരക്കഷ്ണങ്ങളൊക്കെയാണ് അവരുണ്ടായിരുന്നത്. ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ചെറിയ പ്രായത്തിലൊക്കെ അവൻ കളിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ചെറിയ പ്രായത്തിലൊക്കെ വലിയ കുസൃതിക്കാരനായിരുന്നു അമർജിത്. വളർന്ന് വരുമ്പോൾ ഓരോ വയസ്സ് കടന്നു പോകുമ്പോൾ അവൻ്റെ കുസൃതി പതിയെ കുറഞ്ഞു വരാൻ ആരംഭിക്കുകയാണ്. അവൻ്റെ സംസാരം പതിയെ കുറഞ്ഞു വരാൻ ആരംഭിക്കുകയാണ്. വർഷങ്ങൾ അത്തരത്തിൽ കടന്നു പോവുകയാണ്. അവന് ഏറെക്കുറെ 7 വയസ്സ് പ്രായമാകുമ്പോൾ ഒരിക്കൽ അവൻ്റെ അമ്മയുടെ സഹോദരി അവരുടെ പിഞ്ചു കുഞ്ഞുമായിട്ട് അമർജിത്തിൻ്റെ വീട്ടിലേക്ക് കടന്നു വരുന്നു. അവരുടെ കുടുംബവും വലിയ തോതിൽ തന്നെ കഷ്ടതകളിലൂടെ ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. ആ ഇടയ്ക്ക് വെച്ചുകൊണ്ട് ഒരു വീട്ടിൽ തരക്കേടില്ലാത്തൊരു ജോലി അവൻ്റെ അമ്മയുടെ സഹോദരിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു വീട്ടു ജോലിക്ക് പോകുന്ന അവസരത്തിൽ ആ പിഞ്ചു കുഞ്ഞിനെ ഏറെക്കുറെ 6 മാസം പ്രായമുള്ള ആ പിഞ്ചു കുഞ്ഞിനെ നോക്കാൻ അവർക്ക് സമയമുണ്ടായിരുന്നില്ല. അതിനാലൊക്കെ തന്നെ ആ പിഞ്ചു കുഞ്ഞിനെ അമർജിത്തിൻ്റെ മാതാവിനെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ്റെ വീട്ടിലേക്ക് അമ്മയുടെ സഹോദരി വന്നിട്ടുണ്ടായിരുന്നത്. ഓൾറെഡി ഒരുപാടധികം കഷ്ടതകളിലൂടെയാണ് അമർജിത്തിൻ്റെ കുടുംബം കടന്നു പോയിട്ടുണ്ടായിരുന്നത്. അതിനാൽ തന്നെ ജോലി ചെയ്ത് ആദ്യത്തെ മാസത്തെ ശമ്പളം തന്നെ കുഞ്ഞിൻ്റെ ചിലവിന് വേണ്ടിയിട്ട് നൽകാമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ ഏൽപ്പിച്ചുകൊണ്ട് അമർജിത്തിൻ്റെ മാതാവിൻ്റെ സഹോദരി കുഞ്ഞിനോട് യാത്ര പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും കടന്നു പോവുകയാണ്. വലിയ സങ്കടത്തോടു കൂടിയും പ്രയാസത്തോടും കൂടിയൊക്കെ തന്നെയാണ് ആ മാതാവ് അവിടെ നിന്നും യാത്രയായിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ തന്നെയായാലും അമർജിത്തിൻ്റെ അമ്മ വളരെ നല്ല രീതിയിൽ പൊന്നുപോലെ തന്നെ ആ പിഞ്ചു കുഞ്ഞിനെ നോക്കാൻ ആരംഭിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾ അത്തരത്തിൽ കടന്നു പോവുകയാണ്. ഏറെക്കുറെ ഒരാഴ്ച പിന്നിട്ട് കാണും.
അമ്മക്ക് പെട്ടെന്ന് വെച്ചുകൊണ്ട് പുറത്ത് പോകേണ്ട ഒരു അത്യാവശ്യം വരികയാണ്. വീട്ടിലാണെങ്കിൽ ആ പിഞ്ചു കുഞ്ഞും അമർജിത്ത് മാത്രമാണുള്ളത്. അവനാണെങ്കിൽ ഓൾറെഡി 7 വയസ്സ് പ്രായമായിട്ടുണ്ട്. അതിനാലൊക്കെ തന്നെ കുഞ്ഞിനെ നോക്കാൻ അമർജിത്തിനെ ഏൽപ്പിച്ചുകൊണ്ട് മാതാവ് വീട്ടിൽ നിന്ന് പുറത്തു പോവുകയാണ്. ഈ ഒരു അവസരങ്ങളിലൊക്കെ തന്നെ ആ കുഞ്ഞ് ഉറങ്ങുകയായിരുന്നു. അമർജിത്ത് പതിയെ പതിയെ ആ കുട്ടിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. സാധാരണ രീതിയിൽ വളരെ ചെറിയ കുട്ടികളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ തന്നെ കളിപ്പിക്കുകയാണ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുശലൊക്കെ പറഞ്ഞ് ചുമ്മാ അങ്ങനെ കളിപ്പിച്ചിരിക്കും. പക്ഷേ അമർജിത്ത് ചെയ്തത് മറ്റൊരു കാര്യമായിരുന്നു. അവൻ നേരെ ചെന്ന് ആ പിഞ്ചു കുഞ്ഞിൻ്റെ ചെവിക്ക് പിടിച്ച് നുള്ളാൻ ആരംഭിക്കുകയാണ്. അതോടുകൂടി തന്നെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന് ആ പിഞ്ചു കുഞ്ഞ് ഉറക്കെ കരയാൻ ആരംഭിച്ചു. അത് കണ്ടപ്പോൾ അവന് വലിയ തോതിൽ തന്നെ ചിരിയാണ് വന്നത്. അവൻ പൊട്ടിച്ചിരിച്ചുകൊണ്ടേയിരുന്നു. പിന്നെയും പിന്നെയും ആ കുഞ്ഞിനെ വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നു. ആ കുഞ്ഞാകട്ടെ വേദന കൊണ്ട് പുളഞ്ഞ് ഉറക്കെ കരഞ്ഞുകൊണ്ടേയിരുന്നു. ഈ ഒരു അവസരങ്ങളിൽ ശബ്ദം കുറക്കാൻ വേണ്ടിയുള്ള പരിപാടി കൂടെ അമർജിത്ത് ചെയ്യുകയാണ്. കുട്ടി വല്ലാണ്ട് കരഞ്ഞപ്പോൾ അത് കുറക്കാൻ വേണ്ടി അവൻ ആ ആക്രമിക്കുന്നത് നിർത്തുകയല്ല ചെയ്തത്, മറിച്ച് ആ കുഞ്ഞിൻ്റെ കഴുത്തിൽ പിടിക്കുകയാണ് ചെയ്തത്. അവൻ കഴുത്തിൽ പിടിച്ചതോടുകൂടെ കുറച്ചൊന്ന് കുഞ്ഞിൻ്റെ ശബ്ദം കുറയുകയാണ്. അതോടുകൂടെ തന്നെ അവൻ കൂടുതൽ ബലത്തോടുകൂടെ തന്നെ കുഞ്ഞിൻ്റെ കഴുത്തിൽ പിടിച്ച് ഞെക്കാൻ ആരംഭിക്കുകയാണ്. അങ്ങനെ കൂടുതൽ ശക്തിയായിട്ട് അവൻ ഞെക്കും തോറും ആ കുഞ്ഞിൻ്റെ ശബ്ദം കുറഞ്ഞു വന്നുകൊണ്ടേയിരുന്നു. ആ കുഞ്ഞിൻ്റെ കണ്ണുകൾ ചുവന്നു തുടുത്തു. പതിയെ ആ കുഞ്ഞിൻ്റെ ശബ്ദം എന്നേക്കുമായി നിലച്ചു. പക്ഷേ അമർജിത്ത് അവിടം കൊണ്ടും നിർത്താൻ തയ്യാറായില്ല. അവൻ ആ കുഞ്ഞിനെ എടുത്ത് വീടിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തുള്ള കൃഷി സ്ഥലത്തേക്ക് ഇറങ്ങുകയാണ്. അവിടെ കുഞ്ഞിനെ നിലത്ത് കിടത്തിക്കൊണ്ട് തൊട്ടടുത്ത് കിടന്നിരുന്ന ഒരു ഇഷ്ടിക എടുത്തുകൊണ്ട് ആ കുഞ്ഞിൻ്റെ തലയ്ക്ക് നേരെ ആഞ്ഞടിക്കുകയാണ്. ആദ്യത്തെ 1-2 അടിയിൽ തന്നെ ആ പിഞ്ചു കുഞ്ഞിൻ്റെ തലയോട്ടി പൂർണ്ണമായിട്ടും പിളർന്നു പോവുകയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് അമർജിത്ത് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവൻ്റെ മനസ്സിലേക്ക് കയറി വന്നുകൊണ്ടേയിരുന്നത്. പിന്നെയും അവന് ചെയ്യാൻ കഴിയുന്നതൊക്കെ ആ പിഞ്ചു കുഞ്ഞിൻ്റെ ആ പിഞ്ഞിളം ശരീരത്തിൽ അവൻ ചെയ്തുകൊണ്ടേയിരുന്നു. ഏറ്റവും ഒടുവിൽ മതിയായപ്പോൾ തൊട്ടടുത്ത് കിടന്നൊരു കമ്പുകൊണ്ട് അവിടെ ഒരു കുഴി എടുത്തുകൊണ്ട് ആ കുഴിയിലേക്ക് ആ കുഞ്ഞിൻ്റെ ചോരയിൽ കുതിർന്ന മൃതദേഹം എടുത്ത് അവൻ ആ കുഴി മൂടുകയാണ്. എന്നിട്ടൊന്നും സംഭവിച്ചിട്ടില്ല എന്നതുപോലെ വീട്ടിലേക്ക് അവൻ തിരിച്ചു വരികയും അവൻ്റെ പൊട്ടിപ്പൊളിഞ്ഞ ആ പഴയ കാർ എടുത്തുകൊണ്ട് അവിടെ ഇരുന്ന് കളിക്കാൻ ആരംഭിക്കുകയും ചെയ്യുകയാണ്. പുറത്തു പോയ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് അവൻ്റെ മാതാവ് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അമർജിത്ത് പുറത്തിരുന്നുകൊണ്ട് ചിരിച്ച് കളിക്കുന്നതാണ് അവർക്ക് കാണാൻ സാധിച്ചത്. എന്നാൽ കുഞ്ഞിനെ കിടത്തിയിരുന്ന ഭാഗത്തേക്ക് പോയി നോക്കുമ്പോൾ അവിടെ കുട്ടിയെ കാണാനില്ല. കുട്ടിക്ക് എന്ത് സംഭവിച്ചു, കുട്ടി എവിടെ എന്ന് ചോദിച്ചപ്പോൾ അമർജിത്ത് ഒറ്റയടിക്ക് തന്നെ പറഞ്ഞത് ഞാൻ കുട്ടിയെ കൊന്നു എന്നതായിരുന്നു. അവൻ്റെ മാതാവിന് അതിന് മറുപടിയായിട്ട് എന്ത് പറയണമെന്ന് യാതൊരു എത്തും പിടിയുമില്ലായിരുന്നു. അവർ അവൻ്റെ അടുത്തേക്ക് വന്ന് വീണ്ടും അവനോട് ചോദിക്കുന്നുണ്ട്, കുഞ്ഞിന് എന്ത് സംഭവിച്ചു, നീ അവനെ ഒളിപ്പിച്ചതാണോ എന്നൊക്കെ. ഈ ഒരു അവസരങ്ങളിൽ അമർജിത്ത് പറമ്പിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ അവൻ്റെ മാതാവ് ആ പറമ്പിലേക്ക് ഓടി ചെല്ലുന്നുണ്ട്. അവൻ വിരൽ ചൂണ്ടിയ ഭാഗത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട്. ആ കുഞ്ഞിനെ കുഴിച്ചു മൂടിയ സ്ഥലം അവർ കണ്ടെത്തുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ കുഴിയിലെ മണ്ണെല്ലാം മാറ്റിയിട്ട് ആ കുഞ്ഞിനെ അവർ പുറത്തെടുക്കുകയാണ്. ആ ഒരു അവസരത്തിൽ അവർക്ക് കാണാൻ സാധിച്ചത് തലയോട്ടി പിളർന്ന് ചോരയിൽ കുതിർന്ന് കിടക്കുന്ന ആ പിഞ്ചു കുഞ്ഞിൻ്റെ ശരീരമായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നുപോയ അമർജിത്തിൻ്റെ മാതാവ് എത്രയും പെട്ടെന്ന് തന്നെ അവൻ്റെ പിതാവ് ബൽറാമിനെ വിവരമറിയിക്കുന്നുണ്ട്. അയാൾ ഓടിയെത്തുന്നുണ്ട്. അന്നേ ദിവസം രാത്രി മുഴുവനും ബലറാം അവനെ കെട്ടിയിട്ടുകൊണ്ട് അതിക്രൂരമായ നിലയിൽ തന്നെ അടിച്ചുകൊണ്ടേയിരുന്നു. മറ്റാരും ഈ ഒരു വിഷയം അറിയാതിരിക്കാൻ വേണ്ടി പരമാവധി അവർ ശ്രമിച്ചു. മാത്രവുമല്ല, 1 മാസം കഴിഞ്ഞ് കുഞ്ഞിനെ കാണാൻ വേണ്ടി അമർജിത്തിൻ്റെ മാതാവിൻ്റെ സഹോദരി വീട്ടിലേക്ക് വരുമ്പോൾ കൃത്യമായിട്ട് അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ കൺവിൻസ് ചെയ്യാൻ കൂടെ അമർജിത്തിൻ്റെ മാതാപിതാക്കൾക്ക് സാധിച്ചു. അങ്ങനെ മറ്റാരും അറിയാതെ ആ പിഞ്ചു കുഞ്ഞിൻ്റെ കൊലപാതകം ആ കുടുംബത്തിൽ മാത്രമായി അവശേഷിച്ചു. ഏതാനും മാസങ്ങൾ പിന്നെയും കടന്നുപോയി. അമർജിത്തിൻ്റെ മാതാവ് ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയാണ്. അതെ, അവനൊരു സഹോദരി കൂടെ പിറന്നിരിക്കുന്നു. പക്ഷേ ആ ഒരു കാര്യത്തിൽ അവൻ ഒട്ടും സന്തോഷമില്ലായിരുന്നു. ഏതാനും നാളുകൾ പിന്നെയും കടന്നുപോയി. ഒരിക്കൽ ഉച്ചയ്ക്ക് വീട്ടിലേക്ക് കയറി വന്ന അവസരത്തിൽ അമർജിത്ത് കാണുന്നത് ഉറങ്ങിക്കിടക്കുന്ന തൻ്റെ മാതാവിനെയും തൊട്ടടുത്ത് കിടന്നുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ കുഞ്ഞു പെങ്ങളെയുമായിരുന്നു. ഏറെക്കുറെ 5-6 മാസം പ്രായമായിരുന്നു അപ്പോൾ കുഞ്ഞിന്. പതിയെ അമർജിത്ത് ആ കുഞ്ഞിനടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ആ ഒരു അവസരത്തിൽ തൻ്റെ സഹോദരനെ തിരിച്ചറിഞ്ഞ ആ കുഞ്ഞു ബാലിക അവനെ നോക്കി ചിരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു അവസരങ്ങളിൽ അമർജിത്ത് ചെയ്തത് തൻ്റെ കൈകൊണ്ട് ആ കുഞ്ഞിൻ്റെ കഴുത്തിൽ പിടിക്കുക, കഴുത്ത് ഞെരിക്കുക എന്നതായിരുന്നു. പതിയെ അവൻ കഴുത്തിൽ പിടിക്കുന്ന ശക്തി കൂട്ടി വരാൻ ആരംഭിക്കുകയാണ്. ആ കുഞ്ഞ് പ്രാണവായു എടുക്കാൻ കഴിയാതെ പിടയാൻ ആരംഭിക്കുകയാണ്. ഏതാനും സമയം അവൻ അത്തരത്തിൽ തന്നെ അതിശക്തമായ നിലയിൽ തന്നെ ആ കുഞ്ഞിൻ്റെ കഴുത്തിൽ പിടിമുറുക്കിയതോടുകൂടി
പതിയെ പതിയെ ആ കുഞ്ഞിൻ്റെ എല്ലാ വിധത്തിലുള്ള ചലനങ്ങളും നിലക്കുകയാണ്. ആ കുട്ടിയും മരണത്തിലേക്ക് വഴുതി വീഴുകയാണ്. ഈ പ്രാവശ്യവും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നതുപോലെ തൊട്ടപ്പുറത്തേക്ക് മാറിയിരുന്ന് തൻ്റെ കളിപ്പാട്ടങ്ങൾ എടുത്തുകൊണ്ട് അമർജിത്ത് കളിക്കാൻ ആരംഭിക്കുകയാണ്. ഉറക്കമൊക്കെ കഴിഞ്ഞ് അമ്മ എഴുന്നേറ്റ് നോക്കുമ്പോൾ കുഞ്ഞിന് യാതൊരു വിധത്തിലുള്ള അനക്കവുമില്ല. കുഞ്ഞ് ഉറങ്ങുകയാണ് എന്നായിരുന്നു ആദ്യം അവർക്ക് എഴുതിയത്. എന്തൊക്കെ തന്നെയായാലും ആ കുഞ്ഞിന് പാലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ പതിയെ എടുക്കുന്നുണ്ട് കുട്ടിയെ. ആ ഒരു അവസരത്തിലാണ് കുഞ്ഞ് ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞു എന്ന കാര്യത്തെക്കുറിച്ച്, എന്നൊരു ഞെട്ടിക്കുന്ന കാര്യത്തെക്കുറിച്ച് ആ മാതാവ് തിരിച്ചറിയുന്നത്. അവർ ഉടനെ തന്നെ തൻ്റെ മകനെ നോക്കി നീ കുഞ്ഞിനെ കൊന്നോടാ എന്ന് ചോദിക്കുന്ന അവസരത്തിൽ അമർജിത്ത് ചിരിച്ചുകൊണ്ട് അമ്മയോട് പറഞ്ഞത് അതെ എന്നായിരുന്നു. സങ്കടം സഹിക്കവയ്യാതെ വന്നപ്പോൾ ആ മാതാവ് ഉറക്കെ അലറിക്കരയാൻ ആരംഭിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ട് സമീപവാസികളൊക്കെ തന്നെയും അങ്ങോട്ടേക്ക് ഓടിച്ചേരുന്നുണ്ട്. അവൻ്റെ പിതാവൊക്കെ അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും വിഷയം ഒരു കാരണവശാലും പോലീസുകാരോട് പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് അമർജിത്തിൻ്റെ മാതാപിതാക്കൾ സമീപവാസികളൊക്കെ തന്നെ സമാധാനിപ്പിച്ചുകൊണ്ട് തിരിച്ചയക്കുകയാണ്. അന്നേ ദിവസം രാത്രിയിലും അമർജിത്തിനെ കെട്ടിയിട്ടുകൊണ്ട് അവൻ്റെ മാതാപിതാക്കൾ അവനെ പൊതിരെ തല്ലുന്നുണ്ട്. എന്തിനാണ് നീ ഇത്തരം ഒരു കാര്യം ചെയ്തത്? എന്തിനാണ് നിൻ്റെ സ്വന്തം സഹോദരിയെ നീ കൊന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവന് പറയാനുണ്ടായിരുന്നത് ഞാൻ വെറുതെ ചെയ്തതാണ് എന്നൊരു മറുപടിയായിരുന്നു. എന്തൊക്കെ തന്നെയായാലും അവൻ്റെ മാതാപിതാക്കൾ കൃത്യമായി ഇടപെട്ടതോട് കൂടിയിട്ട് ഈ ഒരു കൊലപാതകവും മറ്റാരും അറിയാതെ പോലീസുകാരിലേക്ക് എത്താതെ ആ കുടുംബത്തിനുള്ളിലും അയൽക്കാരുടെ ഉള്ളിലും മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുകയാണ്. മാസങ്ങൾ പിന്നെയും കടന്നു പോവുകയാണ്. അമർജിത്തിന് 8 വയസ്സ് തികയുകയാണ്. അങ്ങനെ ഇരിക്കെയാണ് ഗ്രാമത്തിലെ മറ്റൊരു കുഞ്ഞിനെ കാണാതാകുന്നത്. ഖുഷ്ബു എന്ന ആ കുഞ്ഞിന് വേണ്ടി ആ കുട്ടിയുടെ മാതാപിതാക്കളും നാട്ടുകാരും ഒക്കെ ഒരുപോലെ തന്നെ തിരച്ചിൽ നടത്തുകയാണ്. ഏറെക്കുറെ 6 മാസം പ്രായമുള്ള പിഞ്ചു കുഞ്ഞായിരുന്നു അത്. അതുകൊണ്ടൊക്കെ തന്നെ ശക്തമായ നിലയിലുള്ള തിരച്ചിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. ആ ഒരു അവസരത്തിലാണ് മുമ്പ് 2 പിഞ്ചു കുഞ്ഞുങ്ങളെ ക്രൂരമായ നിലയിൽ തന്നെ കൊന്നു തള്ളിയ അമർജിത്തിനെ കുറിച്ച് ഖുഷ്ബു എന്ന കുട്ടിയുടെ മാതാപിതാക്കൾ അറിയുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ഖുഷ്ബുവിൻ്റെ അമ്മ അമർജിത്തിൻ്റെ വീടിനെ ലക്ഷ്യമാക്കി ഓടുകയാണ്. അവിടെ ചെല്ലുന്ന അവസരത്തിൽ അമർജിത്ത് തൻ്റെ പൊട്ടിയ കളിപ്പാട്ടങ്ങളൊക്കെ ഉപയോഗിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് അവർക്ക് കാണാൻ സാധിച്ചത്. എൻ്റെ കുഞ്ഞിനെ നീ കൊന്നോ എന്ന് ഖുഷ്ബുവിൻ്റെ മാതാവ് അവനോട് ചോദിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് ഇപ്രാവശ്യം അവൻ പറഞ്ഞത് അതെ, കുഞ്ഞിനെ ഞാൻ കൊന്നു, കുഴിച്ചു മൂടി എന്നായിരുന്നു. അവിചാരിതമായാണ് നിലത്ത് കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന ഖുഷ്ബു എന്ന കുട്ടിയെ അമർജിത്ത് കാണുന്നത്. കണ്ട ഉടനെ തന്നെ പതിയെ ആ കുഞ്ഞിൻ്റെ കഴുത്ത് ഞെരിച്ച് ആ കുട്ടിയെയും ശ്വാസം മുട്ടിച്ചുകൊണ്ട് അമർജിത്ത് കൊലപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം തൊട്ടടുത്ത കൃഷി സ്ഥലത്തേക്ക് ആ കുട്ടിയെ എടുത്തുകൊണ്ടുപോയി ഇഷ്ടിക എടുത്തുകൊണ്ട് ആ കുട്ടിയുടെയും തല അടിച്ചടിച്ചവൻ പൊളിക്കുന്നുണ്ട്, പിളർത്തുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ അവിടെ തന്നെ ചെറിയൊരു കുഴി എടുത്തുകൊണ്ട് ആ കുഞ്ഞിനെയും അവൻ അതിലിട്ട് മൂടുകയായിരുന്നു. ഖുഷ്ബുവിൻ്റെ മാതാവ് എൻ്റെ കുഞ്ഞെന്തേ എന്ന് ചോദിച്ച അവസരത്തിൽ അവൻ പറമ്പിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ കുട്ടിയെ കുഴിച്ചു മൂടിയ ആ സ്ഥലം അവർക്കായി കാണിച്ചു നൽകുന്നുണ്ട്. വെറും 8 വയസ്സിനുള്ളിലാണ് അതിക്രൂരമായ നിലയിലുള്ള 3 കൊലപാതകങ്ങൾ അമർജിത്ത് സാദ എന്ന് പറയുന്ന 8 വയസ്സുകാരൻ ബാലൻ ചെയ്തിട്ടുള്ളത്. പോലീസുകാർ ചോദിച്ച അവസരങ്ങളിൽ ചിരിച്ചുകൊണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും അവൻ പോലീസുകാരോട് വിശദീകരിച്ച് നൽകുകയും ചെയ്തു. എന്തിനു വേണ്ടിയാണ് അതിക്രൂരമായ നിലയിൽ ഈ 3 പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊന്നത് എന്ന ചോദ്യത്തിന് അമർജിത്തിന് കൃത്യമായിട്ടുള്ള യാതൊരുവിധ ഉത്തരങ്ങളുമില്ല. പല സൈക്കോളജിസ്റ്റുകളും അവനുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തിയതിനു ശേഷം പറയുന്നത് അവന് തെറ്റേതാണ് ശരി ഏതാണ് എന്ന് തിരിച്ചറിയാനുള്ള ബോധമില്ലായിരുന്നു. അതുപോലെ തന്നെ അവന് കണ്ടക്ട് ഡിസോർഡർ എന്ന് പറയുന്ന മാനസിക രോഗം ഉണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് അവൻ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്നൊക്കെ തന്നെ അവൻ ആനന്ദം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. എന്തൊക്കെ തന്നെയായാലും 2007 അമർജിത്ത് സാദ എന്ന 8 വയസ്സുകാരൻ ബാലൻ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ സീരിയൽ കില്ലർ എന്ന നിലയിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. പക്ഷേ ഈ കൃത്യങ്ങളൊക്കെ ചെയ്യുന്ന അവസരത്തിൽ അവന് പ്രായപൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല എന്നൊരു കാരണം കൊണ്ട് തന്നെ 3 വർഷക്കാലം അവന് ജുവനൽ ഹോമിലും മറ്റുമൊക്കെ താമസിപ്പിച്ചതിന് ശേഷം കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളും മറ്റുമൊക്കെ നടത്തിയതിനു ശേഷം അവനെ പുറത്തേക്ക് സ്വതന്ത്രനാക്കി വിടുകയായിരുന്നു. അവനുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള വിശദാംശങ്ങളൊന്നും തന്നെ പിന്നീട് ഗവൺമെൻറ്റോ മറ്റോ പുറത്തു വിടുകയും ചെയ്തിട്ടില്ല. എന്തൊക്കെ തന്നെയായാലും ഇത്തരത്തിൽ അതിക്രൂരമായ കൊലപാതകങ്ങൾ ചെയ്ത അമർജിത്ത് സാദ എന്ന 8 വയസ്സുകാരൻ ബാലൻ ഇന്ന് വളർന്നു വലുതായി നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ നമുക്കിടയിൽ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ് ഒരു വലിയ സത്യം. കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളിലൂടെ അവൻ്റെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ മാറിയിട്ടുണ്ടാകും. സമൂഹത്തിൽ ഇനി ഒരിക്കലും അവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്നൊക്കെ നമുക്ക് പ്രത്യാശിക്കാം. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോസുകളുമായിട്ട് കണ്ടുവിട്ടാണ് പ്രതീക്ഷയോടെ